തെങ്ങിന് ആവശ്യമായ മൂലകങ്ങൾ നൽകാനും മണ്ണിലെ ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്താനും ജലവും മൂലകങ്ങളും സംരക്ഷിക്കാനും സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും തെങ്ങിന് ജൈവവളം വർഷം തോറും ചേർക്കണം. കേരളത്തിൽ അധികമായി മഴ ലഭിച്ച സ്ഥലങ്ങളിൽ തെങ്ങിൻ തടങ്ങളിൽ ജലം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. വേരോട്ടം, ജലാകീകരണ ശേഷി, മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം എന്നിവയെ വെള്ളക്കെട്ട് പ്രതികൂലമായി ബാധിക്കും. നൈട്രജൻ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ നഷ്ടമാകും. കൂടാതെ വിവിധ കുമിൾ രോഗങ്ങളും കീടങ്ങളും ബാധിക്കാൻ സാധ്യതയുണ്ട്. തടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാതെ സൂക്ഷിക്കണം. മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ഇടയിളക്കൽ നടത്തുന്നത് തെങ്ങുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് തെങ്ങുകളുടെ നഴ്സറി പരിപാലനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മഴ പെയ്ത് അന്തരീക്ഷത്തിന് ചൂട് കുറയുന്നതിനാൽ നഴ്സറികളിൽ നന നിർത്താവുന്നതാണ്. വേനൽ തുടരുകയാണെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ നനയ്ക്കുകയും തൈകൾക്ക് തണൽ നൽകുകയും വേണം. പുതിയ തെങ്ങിൻ തൈകളും അടിത്തൈകളും വെക്കുന്നതിന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മെയ്യിൽ 1 മീറ്റർ വീതം നീളം, വീതി, ആഴം എന്ന അളവിൽ കുഴികൾ എടുക്കേണ്ടതാണ്. കനത്ത മഴ ലഭിച്ച ശേഷം തടം തുറന്ന് ഒരു തെങ്ങിന് 1 കിലോഗ്രാം വീതം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് തടത്തിൽ വിതരണം. കേരളത്തിൽ കൂടുതലും അമ്ലത്വമുള്ള മണ്ണായതിനാൽ ഇത് ആവശ്യമാണ്. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 1.8 മീറ്റർ ചുറ്റളവിലാണ് തടം തുറക്കേണ്ടത്. ഇനി നമുക്ക് ജൈവവളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. തെങ്ങിന് ആവശ്യമായ മൂലകങ്ങൾ നൽകാനും മണ്ണിലെ ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്താനും ജലവും മൂലകങ്ങളും സംരക്ഷിക്കാനും സൂക്ഷ്മമൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും തെങ്ങിന് ജൈവവളം വർഷം തോറും ചേർക്കണം. കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഇവ ചേർക്കാം. ഉണക്കിപ്പൊടിച്ച ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വീട്ടിലുണ്ടാക്കിയ ചാരം മുതലായവ നൽകാവുന്നതാണ്. ഇനി നമുക്ക് രാസവളം എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. വേനൽ മഴ ആവശ്യത്തിന് ലഭിച്ചു കഴിഞ്ഞ് കാലവർഷം നേരത്തെ ആരംഭിക്കുകയാണെങ്കിൽ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ ശുപാർശ ചെയ്തിരിക്കുന്ന രാസവളത്തിൻ്റെ 1/3 ഭാഗം മെയ് അവസാനത്തോടെ ചേർക്കാവുന്നതാണ്. ശരാശരി പരിപാലനം നൽകുന്ന തെങ്ങുകൾക്ക് 250 ഗ്രാം യൂറിയ, 250 ഗ്രാം രാജ്ഫോസ്, 350 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. നല്ല പരിചരണമുള്ള കായ്ഫലം ലഭിക്കുന്ന തെങ്ങുകൾ, സങ്കരയിനം തെങ്ങുകൾ, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങുകൾ എന്നിവയ്ക്ക് 360 ഗ്രാം യൂറിയ, 550 ഗ്രാം രാജ്ഫോസ്, തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കൽ, ഓലക്കവിളുകളിൽ മണ്ണ്, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം നിറയ്ക്കൽ, 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കൽ, തോട്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കൽ മുതലായവ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പേ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളാണ്. കാലവർഷാരംഭത്തോടെ ഉണ്ടാകുന്ന രോഗകീട ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ ഈ മുന്നൊരുക്കങ്ങൾ സഹായിക്കും. കുറഞ്ഞ അന്തരീക്ഷ താപനിലയും കൂടിയ ആർദ്രതയും കുമിൾ രോഗ വ്യാപനത്തിന് അനുകൂല ഘടകമാണ്. എന്താണ് തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ? തൈകളുടെ കൂമ്പോല മഞ്ഞ നിറത്തിൽ ആവുകയും പതുക്കെ വലിച്ചാൽ തന്നെ ഊരി വരികയും ചെയ്യുന്നു. വളർച്ചയെത്തിയ തെങ്ങുകളിൽ കൂമ്പോലയുടെ നിറം മഞ്ഞയാവുകയും കടഭാഗത്ത് വെച്ച് ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്യുന്നു. പ്രാരംഭദശയിൽ തന്നെ രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകും. മണ്ട ചീയൽ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? തെങ്ങുകളുടെ മണ്ട കൃത്യമായി വൃത്തിയാക്കി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം മഴക്കാലത്തിന് മുമ്പ് തളിക്കണം. 40 ദിവസങ്ങൾ കഴിഞ്ഞ് ഇത് ആവർത്തിക്കണം. മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തി മാറ്റി ബോഡോ കുഴമ്പ് തേച്ച് പുതിയ കാമ്പ് വരുന്നതുവരെ മഴ കൊള്ളാതെ സൂക്ഷിക്കണം. ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ് കട്ട 2 വീതം മഴക്കാലത്തിന് മുമ്പ് നാമ്പോലയുടെ കവിളിൽ വെക്കണം. ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. താങ്ക് യു.